ഇവിടുന്ന് വെളിയിലോട്ട് നമ്മളെ സ്റ്റേറ്റ് വിട്ട് മറ്റാ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ആന്ധ്രയിലും ചില ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഈ ക്ഷേത്ര ആവശ്യത്തിന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് തന്നെ പോയിട്ടുണ്ട്. വന്നവര് ദൂരത്തുകാരെല്ലാം അറിഞ്ഞ് മറ്റുള്ളവര് അനുഭവസ്ഥരുടെ നിർദ്ദേശപ്രകാരം വന്നവരാണ്. ഇപ്പോൾ നമ്മൾ മറ്റു പത്രങ്ങളിൽ പരസ്യം ചെയ്ത ആളുകൾ ഇവിടെ ആകർഷിക്കാൻ വേണ്ടി ഒന്നുമേ ചെയ്തിട്ടില്ല. ഇതുവരെ പിരിക്കാനോ വീട് വീടാന്തരം നമ്മളെ ആളുകളെ ചെന്ന് അവരെ പ്രലോഭിപ്പിക്കാനോ ഒന്നും പോകില്ല. പിന്നെ യുവജനങ്ങൾക്കായിട്ട് സ്വാമി ഒരുപാട് ഈ നന്മയിലോട്ട് കൊണ്ടുവരണം എന്ന് ഈ ക്ഷേത്രം വഴി ഉദ്ദേശിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് സ്വാമി പറയുന്നുണ്ട്. തലമുറ ഈശ്വരീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പശ്ചാത്തലം കുറവാണ്. അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് എന്തൊക്കെയോ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ട് എന്ന ഒരു വിശ്വാസ പ്രമാണത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു പ്രവണതയാണെന്ന് കൂടുതലുള്ളത് കോളേജ് ജീവിതവുമായിട്ട്. പക്ഷെ അതിൽ നിന്ന് വിജയിക്കുന്നത് വളരെ തുച്ഛം ആളുകളേ ഉള്ളൂ. അപ്പോൾ ഇതുമായി വിദ്യാഭ്യാസമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു അധ്യായമാണ്. ഈശ്വരീയ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന് തടസ്സമൊന്നുമില്ല. നമ്മുടെ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടിയും കൂടെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദ്ദിഷ്ട സമയത്തിന് മൂട് കിടക്കുമ്പോൾ ഒരു 45 വയസ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ആത്മീയമായിട്ട് കുറച്ച് സന്തോഷം ജനിപ്പിക്കുന്ന അധ്യായങ്ങൾ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും എന്ന് വിചാരിച്ചാൽ അത് നമ്മളിവിടെ വരുന്നു. ഇപ്പോൾ വൈകുന്നേരം 5:30 അമ്പലങ്ങളിൽ നടക്കുന്നു. അത് കഴിഞ്ഞ് ദീപാരാധന, താഴപൂജ, ഇങ്ങനെയുള്ള പൂജകൾ. അപ്പോൾ അത് ദീപാരാധന കണ്ടാൽ നമുക്ക് മടങ്ങി പോകാം. മിക്ക കാര്യങ്ങളും അങ്ങനെയാണ്. താഴ പൂജയ്ക്കാരും അങ്ങനെ നിൽക്കാറില്ല. വളരെ അപൂർവ ആൾക്കാരെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ദേവ വിഷയങ്ങൾ മർമ്മമായ പൂജ എന്ന് പറഞ്ഞാൽ ദീപാരാധന. അതുപോലെ തന്നെ രാവിലെ നിർമ്മാല്യ ദർശനം കാണാൻ വളരെ ശുദ്ധമായ ആളുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രഭാത പൂജ, ആദ്യം കിടക്കുന്ന പ്രഭാത പൂജ വിടാനായിട്ട് കുറച്ച് വിശ്വാസികളായ ആളുകളെത്തും. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വന്തം കാര്യങ്ങളാണ്. ലഹരി ആ ഭാഗങ്ങൾ കാര്യം അവര് വ്യതിചലിച്ചു പോകുന്ന ഒരു സമയമാണ്. അപ്പൊ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം. നല്ല രീതിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മോഹമില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ നമ്മള് പറയുന്ന കാര്യങ്ങൾ ശ്രമിക്കാൻ, അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ ഇന്നത്തെ ഇളം തലമുറ തയ്യാറല്ല. സ്പീഡ് ലൈഫ് ആയതുകൊണ്ട് ആ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് കാര്യം. വീട്ടിൽ ചെന്ന രക്ഷകർത്താക്കള് അവരോട് കാര്യമായി ഇന്നത്തെ തലമുറയോട് ശാസിക്കാറില്ല. അവര് പറയുന്നതിന് അംഗീകരിച്ചു കൊടുക്കുന്നതല്ലാതെ അവർക്ക് രക്ഷകർത്താക്കളുടെ ഒരു പാത തെളിയിക്കാമെന്ന് വിചാരിച്ചാൽ അവരോട് നടക്കില്ല. കാരണം പുറത്തുള്ള അവരെ സഹകരണം അങ്ങനെയാണ്. അവർക്ക് അച്ഛനമ്മമാരുടെ വാക്ക് കേൾക്കുന്ന ഒരു കുറച്ചിൽ പോലെയാണ്. അവരെ അന്തസ്സിനെന്തോ കോട്ടം, അത് കേട്ടാൽ സംഭവിച്ചു പോകുമോ എന്നൊരു സംശയമാണ് ഇന്നത്തെ തലമുറയ്ക്ക്. അപ്പോൾ അതല്ല യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ മകന് ഒരു വീഴ്ച പറ്റിയാൽ അത് എനിക്ക് നോവുന്നത് പോലെ മറ്റൊരാൾക്ക് നോവില്ല. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിച്ചാൽ ഈ തലമുറയിൽ എൻ്റെ മകനായാലും അവൻ ആദ്യം ഒന്ന് അറയ്ക്കും. അവസാനം പറ്റേണ്ടത് പറ്റിക്കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്നൊരു തോന്നൽ അവനുണ്ടാകുന്നു. അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ യാതൊരു മഹത്വം അവർ കൽപ്പിക്കുന്നില്ല. അതായത് എങ്ങനെയുള്ള പല വിദ്യാർത്ഥികൾ അവിടെ നിൽക്കുകയാണ്, അവർ വണ്ടി കാത്തു നിൽക്കുന്നു. അവർ ചർച്ച ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഭൂമിയിൽ മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്യുന്നത്. ടീച്ചറിനെ കമന്റ് അടിക്കുകയോ അല്ലെങ്കിൽ അവിടെ അന്ന് നടന്ന വികൃതികളുടെ അതിന്റെ ഗുണം അവരാസ്വദിച്ച അവസ്ഥ, ഇതൊക്കെയാണ് അവിടെ ചർച്ച. അല്ലാതെ നമ്മൾ പോയ വിഷയം ഇന്ന് കൈകാര്യം ചെയ്ത സാറ് ഇന്ന് എടുത്ത ആ വിഷയങ്ങൾ, സാറ് കൈകാര്യം ചെയ്ത കാര്യങ്ങൾ, അതിനെപ്പറ്റിയുള്ള ഒരു വർത്തമാനവും അവർ പറയാറില്ല. പലപ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇത് കേട്ടാൽ നമുക്ക് അത് വലിയ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം മക്കളെ കഷ്ടപ്പെട്ട് ഈ ഒരു അധ്യായത്തിലായിട്ട് ഇതൊക്കെയാണ് അവന്മാർ പോയി പഠിക്കുന്നത്. ആണും പെണ്ണും സംബോധന ചെയ്യുന്ന അയൽക്ക് അടുത്ത ആൾ വയ്ക്കുന്നു, പ്രായത്തിൽ കൂടിയ ആൾ വയ്ക്കുന്നു. പക്ഷേ നമ്മൾ ആദ്യകാലത്ത് അങ്ങനെയല്ല. മുതിർന്ന ആളുകളൊക്കെയാണെങ്കിൽ അവർ കേൾക്കാതെ നമ്മൾ പറയുള്ളൂ. അതൊരു പ്രശ്നമല്ല. അവരവിടെ നിൽക്കുകയും ചെയ്യും, അവർ പറയേണ്ട പറഞ്ഞുകൊള്ളുകയും ചെയ്യും. കാരണം അത്ര നാണം കെട്ട കാര്യങ്ങളൊക്കെയാണ്
ഈ ആണും പെണ്ണും കൂടെ ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും പൂ മാറ്റുന്ന അവിടെ വന്നപ്പോൾ രണ്ടുമൂന്ന് പിള്ളേർ ചർച്ച ചെയ്യുന്ന വെറും പന്ന വർത്തമാനങ്ങൾ. സത്യം സത്യമായിട്ട് അറിയുകയും അതിൻ്റെ ഗുണദോഷം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം നമ്മളിൽ ഉണ്ടാകണം, നമ്മുടെ അടുത്ത തലമുറയിലുണ്ടാകണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന മന്ത്രിമാരാരെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നുണ്ടോ? പെട്ടെന്നൊരു പരിശോധന അല്ലെങ്കിൽ അതുപോലൊരു അധ്യായം ഏതെങ്കിലും കോളേജിൽ നടക്കുന്നുണ്ടോ? മന്ത്രി ഇടപെട്ടാലും പിള്ളേർ നന്നായാലേ അവര് നല്ല രീതിയിൽ ചിന്തിച്ചാലേ അല്ല, അത് അന്വേഷിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിന്റെ പിറകിൽ വേണം. ഇപ്പൊ കാരണം വിദ്യാലയങ്ങളിൽ നടക്കുന്ന അനീതിയാണ്. പഠിക്കാനല്ല പോകുന്നത്. ഇന്നത്തെ സന്താനങ്ങള് അവരിത്രയും കഷ്ടപ്പെട്ട് വീട്ടുകാര് കഷ്ടപ്പെട്ട് ഇങ്ങനെ കോളേജിൽ അയക്കുന്ന നല്ലൊരു ഭാവി ജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് പഠിക്കാനല്ല ഇപ്പൊ പോണത്. അവര് നേരത്തെ കല്യാണം കഴിച്ചങ്ങ് പോകും അവിടുന്ന്. അതുകൊണ്ട് കാര്യാദികൾ നമ്മളെ പ്രപഞ്ചം തന്നെ ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോ ഈശ്വരീയമായി ചിന്തിച്ചാലോ സൽഗുണഭാഗമായി ചിന്തിച്ചാലോ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്കല്ല. ലഹരിക്ക് അടിമപ്പെട്ടു പോയി മയക്കുമരുന്ന് പത്രം എടുത്തു കഴിഞ്ഞാൽ കോടികളുടെ മയക്കുമരുന്നും സാധനങ്ങളുമാണ് പിടിച്ചതായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ അതിനെപ്പറ്റി ഒരു വാർത്തയും വരാറില്ല. നമുക്ക് മുന്നേ നല്ലൊരു വഴിത്തിരിവ് കാണിക്കേണ്ട ആളുകൾ അതിൻ്റെ ഒരു ശ്രമം പോലും നടത്തിയിരുന്നുവെങ്കിൽ നമ്മൾ ഇത്രയും പദപ്രദന ഭാഗത്തേക്ക് പോകില്ലായിരുന്നു. അവർ ചെയ്യേണ്ട കർത്തവ്യങ്ങളുടെ ഒരു തുടക്കമെങ്കിലും അവർ ചെയ്തു വെച്ചാൽ മതിയായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങള് ഒരു ദേവാലയത്തിൽ ഒരു മഹാപണ്ഡിതൻ മതപ്രഭാഷണത്തിന് അല്ലെങ്കിൽ നമ്മളെ പുരാണ ഐതിഹ്യങ്ങളെ പറ്റി പറഞ്ഞു മനസ്സിലാക്കാൻ കുറെ വിശദമാക്കാനായിട്ട് മഹാപണ്ഡിതനായ നിന്നാല് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓഡിറ്റോറിയം ചെന്ന് നോക്കണം. എത്ര പേരുണ്ടാവും അത് ശ്രമിക്കാൻ? മനുഷ്യനും കാണില്ല. അവിടുത്തെ കമ്മിറ്റിയിലെ അധ്യക്ഷന്മാര് കാണൂലല്ലോ. ക്ഷണിക്കപ്പെട്ട കമ്മിറ്റിയിലെ അംഗങ്ങളിൽ 5 പേര് കാണില്ലല്ലോ അവിടെ. പിന്നെ കുറച്ച് തുരുമ്പിച്ച റിട്ടയർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഏതെങ്കിലും കിളവിമാര്, അതായത് ചെവി കേൾക്കാൻ പാടില്ല, അവര് വന്ന് വേഷവും കെട്ടി അവിടെ വന്നിരിക്കും. ഇതൊന്നും അവര് കേൾക്കുന്നില്ല. അതാണ് ഇന്ന് നമ്മളെ ഹിന്ദുത്വ അവസ്ഥ. ആ രീതിയിൽ അതപ്പതിച്ചു പോയി. ഹാർഡ് വർക്ക് ചെയ്തില്ലേ അത് പിടിച്ചു കിട്ടാൻ നിന്നില്ലെങ്കിൽ അത് നടക്കില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ ദേവാലയങ്ങൾ നാളെ എന്താകുമെന്നും ഇപ്പൊ തന്നെ പല ദേവാലയങ്ങളിലും കളരിപ്പയറ്റുകളും അതും ഇതും കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പാടില്ലാത്ത പലതും നടക്കുന്നതായി വടക്കൻ ജില്ലകളിലൊക്കെ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. അതൊന്നും ഇതിന് പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പരസ്പരം പടവെട്ടുന്നതിന് മാത്രമേ അത് ഉപകരിക്കുള്ളൂ. അല്ലാതെ ഈശ്വരീയമായ കാര്യങ്ങൾ മനുഷ്യനിൽ സ്വയം പകർന്നു വരേണ്ട ആ നിഴല് അങ്ങനെ തന്നെ ഉദിച്ചു വന്നെങ്കിൽ മാത്രമേ. ഇപ്പോൾ കഥാപ്രസംഗം നടത്തുന്നു, ഗാനമേള നടത്തുന്നു, നാടൻപാട്ട് നടത്തുന്നു. ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് വലിയ പ്രാധാന്യത. കഥാപ്രസംഗമോ നാടകമോ പിന്നെ സഹിക്കാം. ഈ നാടൻപാട്ട് അതുപോലെയുള്ള കലാരൂപങ്ങൾ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വയ്ക്കാൻ പാടില്ലാത്തത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ദേവകലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇന്നൊരു കഥയുടെയോ ഓട്ടത്തുള്ളലോ വാടകമോ വെച്ചാലോ കാണാനോ കേൾക്കാനോ ആരെങ്കിലും ഇരിക്കും. കമ്മിറ്റിക്കാർ പോലും ഉണ്ടാവില്ല. ആ അവതരിപ്പിക്കുന്ന കക്ഷി മാത്രം മനസ്സിലായില്ല. മൈക്കിലൂടെ ഈ ശബ്ദം ആളുകൾ കേൾക്കുന്നത് അതേ ഉള്ളൂ. കാരണം നമ്മൾ അത്ര കണ്ട തട്ടിച്ചിരിക്കുന്നു. ഒരു കഥകളി നടത്തിയ അതിന്റെ കഥാതന്തു എന്തെന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ഓട്ടം തുള്ളലായാലും അതെന്താ. അതെ, അതിനുള്ള ഗ്രാഹ്യം നമുക്കില്ലല്ലോ. ഇന്നത്തെ തലമുറയ്ക്ക് അതിനോടുള്ള ഗ്രാഹ്യമില്ലല്ലോ. ഇന്ന് ഭാഗവത പാരായണം, പണ്ട് കാലത്ത് ഹിന്ദുത്വ വീടുകള് വലുതായാലും ചെറുതായാലും നിലവിളക്ക് കത്തിക്കാൻ കഴിവില്ലാത്ത ഒരു ചിമ്മിനി വട്ടത്തിന്റെ വിളക്കിലെങ്കിലും ആ വട്ടത്തിലെങ്കിലും രാമായണം ഭാഗവതമൊക്കെ വായിക്കും 2 വരിയെങ്കിലും. ഇന്ന് എത്ര ഹിന്ദു വീടുകളിൽ അതേസമയം അവര് അന്നേരത്ത് വിദേശ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടുകൊണ്ട് ആ വീട്ടിലുള്ള സകല എണ്ണവും അതിൻ്റെ മുന്നിലിരിക്കും. നമ്മൾ ഇവിടുത്തെ മലയാളം കണ്ടാലും പോരാ.
കാരണം പിള്ളേരെ ഇപ്പം ഈ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ ഇങ്ങോട്ട് പെറ്റിട്ടാ ഉടനെ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ കൊണ്ടുവിടണം. നാളെ അവൻ ഇവിടെ ഇംഗ്ലീഷുകാരനായിട്ട് വളരെയുണ്ട. കാരണം പാണ്ഡിത്യം ഇംഗ്ലീഷിൽ കൂടുതൽ പാണ്ഡിത്യം നേടട്ടെ മക്കളെ.